ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ തെർമോക്കോൾ അല്ലേ. മിക്ക ഇലക്ട്രോണിക് സാധനങ്ങളും വാങ്ങുമ്പോൾ നമുക്ക് കിട്ടാറുള്ളതാണ് ഈ ഒരു തെർമോക്കോള്. തെർമോക്കോള് നമുക്ക് കത്തിക്കാനും പറ്റില്ല, കളയാനും പറ്റാത്തൊരവസ്ഥയിലാണല്ലേ. അപ്പോൾ ആ ഒരു തെർമോക്കോള് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിത് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു തെർമോക്കോൾ വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇത്രയും വലുത് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം ഞാനിത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടിൽ തന്നെ വേണമെന്നില്ല, ഞാനിത് ഭംഗിക്ക് വേണ്ടി എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഏത് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പിലോട്ട് നമ്മൾ കത്തി ചൂടാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു തെർമോക്കോളിൻ്റെ പൊടിയൊന്നും എവിടെയും ആവത്തില്ല കേട്ടോ. കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തെർമോക്കോൾ ഉണ്ടല്ലോ, ആ ഒരു തെർമോക്കോൾ ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്ത ബൗൾ റൗണ്ട് ഷേപ്പിലായതുകൊണ്ടാണ് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ബൗളിലോട്ട് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കണമെന്നേ ഉള്ളൂ, ടൈറ്റായിട്ട് ഇരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു കമ്മലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ബെസ്റ്റ് ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. നമുക്ക് നന്നായിട്ട് തന്നെ കമ്മലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മലിൻ്റെ കല്ലൊന്നും ഇളകി പോവുകയില്ല. കൂടാതെ നല്ല നീറ്റായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. ഈ കാണിക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ എത്രയൊക്കെ കമ്മലാണോ ഉള്ളത് ആ ഒരു കമ്മലൊക്കെ ഇതുപോലെ ഈ ഒരു തെർമോക്കോളിലോട്ട് കുത്തിവെച്ച് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റഡ് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഹാങ്ങിങ് കമ്മലായാലും നമുക്ക് ഇതുപോലെ തന്നെ വെക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് എൻ്റെ കമ്മലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മൽ സേഫ് ആയിട്ട് ഇരുന്നോളൂ. ഇത് നമുക്ക് വീട്ടിൽ മാത്രമല്ല, യാത്രയൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ കമ്മൽ സേഫായിട്ട് ഇരുന്നോളും. അതേസമയം നമ്മൾ ഒരു ബോക്സിൽ തന്നെ കമ്മലിട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ കമ്മൽ കൂട്ടി വരച്ചിട്ട് ആ ഒരു കമ്മലിൻ്റെ കല്ലൊക്കെ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് സേഫായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ വീട്ടിൽ ഒരുപാട് പഴകിയ തെർമോക്കോളൊക്കെ കാണുമല്ലേ, അതായത് മണ്ണൊക്കെ പിടിച്ച് പൊടിയൊക്കെ ആയ തെർമോക്കോളൊക്കെ കാണുമല്ലേ. അത്തരം തെർമോക്കോളൊക്കെ നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക്, അതായത് നമ്മുടെ പേഴ്സണൽ യൂസിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ചീത്തയായ തെർമോക്കോളൊക്കെ നമുക്ക് ചെടികൾക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എന്തൊരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1/4 ഭാഗത്തോളം ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ തെർമോക്കോൾ ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു തെർമോക്കോൾ ചെറുതാക്കി പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ചെറുതാക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് ആ ഒരു ചട്ടിയുടെ 1/4 ഭാഗത്തോളം മണ്ണ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ ചെടി നടാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെടി നടുകയാണെങ്കിൽ ആ ഒരു ചെടിയുടെ വേരൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും മണ്ണിലോട്ട്. നമ്മൾ ഇതിലോട്ട് ഒരു ലെയറായിട്ട് തെർമോക്കോൾ ഇട്ട് കൊടുത്തത് തന്നെ ആ ഒരു മണ്ണിന് നല്ല ഇളക്കം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന ചെടിയുടെ വേര് നന്നായിട്ട് തന്നെ ആ ഒരു മണ്ണിലോട്ട് ഇറങ്ങിക്കോളും. ഇത് നമ്മൾ നട്ടു കൊടുക്കുന്ന ചെടി പെട്ടെന്ന് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പഴയ തെർമോക്കോളൊക്കെ നിങ്ങളുടെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇതാ തെർമോക്കോൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തെർമോക്കോൾ ഞാൻ റൗണ്ട് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നേരത്തെ പോലെ തന്നെ റൗണ്ട് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതാ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്, ചെറുതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തെർമോക്കോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ തെർമോക്കോൾ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ, അതായത് കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മൾ എടുക്കുന്ന ബൗൾ ഏതാണോ ആ ഒരു ബൗളിന് കണക്കായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ തയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പിന്നാണ്. ഇനി ഈ ഒരു പിന്ന് തെർമോക്കോളിലോട്ട് കുത്തിയിറക്കി കൊടുക്കാം. ഇതുപോലെ നമ്മുടെ കയ്യിൽ എത്രയൊക്കെ പിന്നാണോ ഉള്ളത് അതൊക്കെ നമുക്ക് തെർമോക്കോളിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് എല്ലാ പിന്നും തെർമോക്കോളിലോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ സൂചിയൊക്കെ ഉണ്ടാവില്ല, തയ്യൽ സൂചി, അതൊക്കെ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സേഫായിട്ട് അവിടെ ഇരുന്നോളൂ.
മാത്രമല്ല നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ സേഫ്റ്റി പിന്നും ഈ ഒരു രീതിയിൽ തന്നെ കുത്തി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം തിരഞ്ഞടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തെർമോക്കോൾ വെച്ചിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാൻ മണി പ്ലാന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ മണി പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് മണി പ്ലാന്റ് വെച്ച് കാണിച്ചിരുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ബോഗൻവില്ല, പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി, അതുപോലെ കട്ടി കൂടിയ തണ്ടോട് കൂടിയ ചെടികൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ചെടികളൊക്കെ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം നമുക്ക് നമ്മുടെ ഏതാണോ ചെടി എടുക്കുന്നത് ആ ഒരു ചെടിയുടെ തണ്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് തെർമോക്കോളാണ്. ഈ ഒരു തെർമോക്കോളിന് ഞാൻ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഹോളിലോട്ട് നമ്മുടെ ചെടികളെ കുത്തി ഇറക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് എത്രയാണോ ചെടികളെ വേര് പിടിപ്പിച്ചെടുക്കേണ്ടത് ആ ഒരു ചെടിയുടെ തണ്ടൊക്കെ നമുക്ക് ഇതുപോലെ കുത്തിവെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ മണി പ്ലാന്റ് ഒക്കെ ആ ഒരു തെർമോക്കോളിലോട്ട് കുത്തിയിറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ കുപ്പിയോ ആണ്. ഇനി ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് നമ്മുടെ തെർമോക്കോൾ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഈ ഒരു മണി പ്ലാന്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ സാധാരണ മണി പ്ലാന്റ് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുന്ന ടൈമിൽ ആ ഒരു ഇലകളൊക്കെ ആ ഒരു വെള്ളത്തിലോട്ട് ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ അഴുകി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സാധാരണ നമുക്കറിയാം നമ്മുടെ ബോഗൻവില്ലയൊക്കെ വേര് പിടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ബോഗൻവില്ലയൊക്കെ ഈ ഒരു തെർമോക്കോളിൽ കുത്തിവെച്ചിട്ട് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചിട്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് സാധാരണ നടുന്ന പോലെ മണ്ണിലോട്ട് നടാവുന്നതാണ്. പിന്നെ ഇതുപോലെ മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കൊരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ആ ഒരു ചെടികളെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മുകളിലോട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തെർമോക്കോൾ അഴിഞ്ഞു കിട്ടും. പിന്നെ അതിനുശേഷം നമുക്ക് സാധാരണ പോലെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ തെർമോക്കോളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി തെർമോക്കോളൊക്കെ കിട്ടുകയാണെങ്കിൽ അതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് റീയൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.